ഒരാൾ യാത്ര ചെയ്തു വന്നു, മദീനയിലെത്തി. അയാൾ യാത്രക്കാരനാണ്, പക്ഷേ മദീനയിലെത്തി അവിടെ ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ്, മറ്റു വഖ്തുകളിലും ബാങ്ക് വിളി കേൾക്കാം. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറയുന്നത്, പല പണ്ഡിതന്മാരും അവരുടെ മശായിഖുകളിൽപ്പെട്ട തന്നെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദാഹരണം, അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അൽ അല്ലാമ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, മൊത്തത്തിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്, അയാളാകട്ടെ വാഹനത്തിലല്ല, ബാങ്ക് വിളി കേൾക്കുന്നുമുണ്ട്, വേറെ രോഗമോ മറ്റു ബുദ്ധിമുട്ടോ ഇല്ല എങ്കിൽ അവർക്ക് വാജിബാണ്, നിർബന്ധമാണ് അവർ ജമാഅത്തിൽ പങ്കെടുക്കണം, പ്രത്യേകിച്ചും ജുമഅയിൽ. കാരണം ജുമഅയിൽ പങ്കെടുക്കണമെന്നുള്ള പരിശുദ്ധ ഖുർആനിലെ ആഹ്വാനം വളരെ ശക്തമാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നാണ്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളി കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ധൃതിപ്പെട്ടു പോകണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മൻ സമിഅ അന്നിദാഅ ഫലം യഅതി ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ, ഒരാൾ ബാങ്ക് കേട്ടിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല എന്ന ഹദീസ്. ഈ ഹദീസുകളുടെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഇത് മൊത്തത്തിലുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ മുസാഫിറാണെങ്കിലും അയാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളി കേട്ടാൽ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കൽ വാജിബാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. അപ്രകാരം തന്നെയാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് അവർകൾ പറയുന്നു, വാജിബല്ല എന്നതാണ് ശരിയോട് കൂടുതൽ അടുത്തിട്ടുള്ളത്. കാരണം ഒരാൾ യാത്രക്കാരനാണ്, യാത്ര അവസാനിക്കുന്നത് അയാളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങിയാലും ഇസ്ലാം നിശ്ചയിച്ച നിശ്ചിതമായ ദിവസങ്ങളിൽ അയാൾക്ക് യാത്രക്കാരൻ്റെ ഇളവ് എടുക്കാവുന്നതാണ്. അത് നോമ്പ് നോൽക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി, നമസ്കരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി, യാത്രക്കാരനായ ഒരാൾക്ക് എടുക്കാവുന്ന ഇളവുകൾ അതെത്ര ദിവസമാണോ ആ ഇളവുകൾ യാത്രക്കാരന് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും കൂടുതൽ ഫളലുള്ളതും അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കലാണ്.